ഹായ്, ജോസിൻ യൂണിവേഴ്സിറ്റി സ്വാഗതം. ഇന്ന് കുമരികുളത്തുള്ള KPM-ൻ്റെ കൊട്ടവഞ്ചി ഉള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. മനോഹരമായ യാത്രയായിരുന്നു. എല്ലാവരും അത് ആസ്വദിക്കുക. വളരെ രസകരമായ യാത്രയാണ്. മീനോടൊപ്പമുള്ള യാത്രയാണ്. മീൻ നമ്മുടെ കയ്യിൽ വന്ന് തീറ്റ് തിന്നും. അത് ഒരു പറഞ്ഞറിയാത്ത അനുഭവമാണ്. വന്ന് ആസ്വദിക്കണം. നമ്മൾ വന്ന് അത് അനുഭവിച്ചാലേ അതിൻ്റെ സന്തോഷവും അതിൻ്റെ മനോഹാരിതയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കുമരികുളത്തുള്ള KPM-ൻ്റെ കൊട്ടവഞ്ചിയിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ രസകരമായ ഉല്ലാസയാത്രയാണ്. നമ്മൾ കുമരികുളത്ത് വരികയാണെങ്കിൽ ഈ രസകരമായ യാത്ര നടത്താൻ സാധിക്കും. നമ്മുടെ ഒപ്പം ഇഷ്ടംപോലെ മീനുകളുണ്ട്. ആയിരക്കണക്കിന് മീനുകൾ നമ്മളെ പിന്തുടരുകയാണ്. അത് തീറ്റയൊക്കെ കൊടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് മീൻ കുമരികുളത്ത് വന്നാൽ മതി. KPM-ൻ്റെ കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ അവിടെ കയറാൻ സാധിക്കും. ഇതൊരു ഒത്തിരി ടൂറിസം സാധ്യതയുള്ളൊരു മേഖലയാണ്. എല്ലാവരും ഇത് കാണുക, ആസ്വദിക്കുക. നമുക്ക് നോക്കാം. ഏറ്റവും നല്ലത് വൈകുന്നേരം വരികയാണ്. അധികം ചൂടൊന്നുമില്ല, വെയിലൊന്നുമില്ല. വൈകുന്നേരത്തെ സായം സന്ധ്യയുടെ തണുപ്പും കാറ്റും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരെയും ഈ സ്ഥലത്തേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾക്ക് ചുമ്മാ കൈ വെച്ചേ ഉള്ളൂ. എൻ്റെ കയ്യിൽ വന്നു മീനുകൾ തീറ്റ വാങ്ങിക്കുന്നത് കാണാം. കയ്യിൽ നിന്ന് മീൻ തീറ്റ ഞാൻ പിടിച്ചോളാം. കൂട്ടമായിട്ട് മീനുകൾ ഇതൊക്കെ ഗോൾഡാണ്. ഗോൾഡ് മീനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം നമ്മുടെ കൂടെ വരികയാണ്. ഉണ്ടോ? നല്ല രസകരമായ യാത്രയാണ്. എല്ലാവരും ഒരു എൻജോയ് ചെയ്യേണ്ട യാത്രയാണ്. വളരെ ആസ്വദിക്കേണ്ട യാത്രയാണ്. കുഞ്ഞു പിള്ളേർക്ക് കൊണ്ട് വരികയാണെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടപ്പെടും. കണ്ടോ? നിങ്ങളുടെ ഒരു കൂട്ടമാണ്. അങ്ങോട്ട് എടുക്കുന്നുണ്ടോ? കുറച്ച് തിരിച്ചു പോവാ. 10 മിനിറ്റുള്ള യാത്രയാണ്. നല്ല രസകരമായ യാത്ര. വളരെ തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. വൈകുന്നേരമായപ്പോൾ മീനുകളാണ് നമ്മളെപ്പോഴും ചുറ്റി നമ്മൾ നടക്കുകയാണ്. മീൻ തീറ്റ കിട്ടുന്നുള്ള ആ ചിന്തയിലാണ് വരുന്നത്. ഇഷ്ടംപോലെ മീനുകൾ, ആയിരക്കണക്കിന് മീനുകളാണ് നമ്മുടെ ചുറ്റും വരുന്നത്. അതിനെ മീനെ പിടിക്കുന്നതേ ഉള്ളൂ. മീനെ പിടിക്കാനൊക്കെ പറ്റും വേണമെങ്കിൽ കൈകൊണ്ട്. പക്ഷെ നമുക്ക് പിടിച്ച് അതിനെ കശാപ്പിക്കാൻ പാടില്ല. അത് കുറ്റകരമാണ്, പാടില്ല. ഇത് ചൈനീസ് കാർപ്പാണ്. നല്ല ഇണക്കമുള്ള മീനുകളാണ്. ഭയങ്കര ഇണക്കമുള്ള മീനുകൾ. മീനുകൾ കൂടെ വരുന്നുണ്ടോ? ഇപ്പം കൂടെ വരുന്നുണ്ട്. കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടവഞ്ചി ഫോളോ ചെയ്യുന്നത് അവർക്ക് തീറ്റ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്. ഏറ്റവും വലിയ മീൻ കൈ ചേർത്ത് പിടിച്ചാൽ മതി. കൈ ചുറ്റി പിടിക്കും. കൈ കടിക്കും. ഇത് വട്ടം കറങ്ങുന്ന പരിപാടികളുണ്ട്. അഡ്വഞ്ചറസ് യാത്രയാണ്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പ നീ അവിടെ നിന്നുണ്ടോ? ചുറ്റി കറങ്ങി പോവുകയാണ്. ഇതൊരു ക്വാറിയായിരുന്നു. ക്വാറി നിർത്തിയതുകൊണ്ട് ഇതൊരു കൊട്ടവഞ്ചിക്കുള്ള ഒരു സ്ഥലമായി മാറി. അത് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഭാഗമാണ്. ടൂറിസം ഡെവലപ്പിൻ്റെ ഭാഗമായിട്ട് മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജലപാർക്കാണിത്.
എല്ലാവരും കാണും. ഒരു ഇതുണ്ടോ ചേട്ടൻ നല്ലപോലെ ഫായ് നന്നായിട്ട് കറക്കിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് രസമാണ്. കയറാം. ബോൺസായി ഗാർഡനാണ്. മനോഹരമായ ചെറിയ ചെറിയ ബോൺസായി മരങ്ങളുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ വെള്ളച്ചാട്ടമുണ്ട്. ഇവിടുത്തെ തൊട്ട് താഴെയായിട്ട് പിള്ളേർക്ക് കുളിക്കാനുള്ള ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. വാട്ടർ പാർക്ക് ശുദ്ധമായ വെള്ളമാണ്. പിള്ളേർക്ക് കുളിക്കാം, വലിയവർക്കും കുളിക്കാം. Arena. ാണ് അപ്പോൾ ആൾക്ക് നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാൻ പറ്റും. കാർപ്പ ചെറിയ കാർപ്പ. ഇതിൻ്റെ എൻട്രി ഫീ 50 രൂപയാണ്. പിന്നെ കൊട്ടാഞ്ചിയിൽ കയറുന്നതിന് പെർ ഹെഡ് ഒരാൾക്ക് 100 രൂപയാണ്. എന്നാലും നഷ്ടമില്ല. നല്ല രസകരമായ യാത്രയാണ്. അതുപോലെ ഒത്തിരി പാത്തയും താറാവും പല സൈസ് ജീവികൾ കൊണ്ടിവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ പറ്റും. പല സൈസ് പക്ഷികളെ കാണാൻ ഒത്തിരി മീനുകളുണ്ട്. പല സൈസ് മീനുകൾ എല്ലാം കണ്ട് ആസ്വദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.